പരീക്ഷണങ്ങളിൽ വിജയിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് യേശു അവിടെ നിന്നും മടങ്ങിപ്പോയി. ഗുരു, ഗുരു, എന്താണ്? ഗുരു, ഞങ്ങൾ അങ്ങയെ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾ ആരാണ്? ഞാൻ അന്ത്രയോസ്, ഇത് യോഹന്നാനും. അങ്ങയുടെ സഹോദരൻ സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു ഞങ്ങൾ. ഗുരു, അവർ സ്നാപകനെ ബന്ധനസ്ഥനാക്കി. ഞങ്ങൾ അങ്ങയുടെ ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാനെ, അന്ത്രയോസേ, വരൂ, എന്നെ അനുഗമിക്കൂ. അന്ന് യേശുവിന് 2 ശിഷ്യന്മാരെ കിട്ടി, യോഹന്നാനും അന്ത്രയോസും. അവർ യേശുവിൻ്റെ നസ്രത്തിലെ വീട്ടിലേക്ക് പോയി. യേശു, നീ തിരിച്ചെത്തിയോ? അമ്മയെ കണ്ടതിൽ വളരെ സന്തോഷം. നീ വളരെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. ആരാണിവരെല്ലാം? അമ്മേ, ഇത് യോഹന്നാൻ, മറ്റേയാൾ അന്ത്രയോസ്. ഇവരെന്റെ കൂട്ടുകാരാണ്. ശരി, എല്ലാവരും അകത്തേക്ക് വരൂ. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് അല്പനേരം വിശ്രമിക്ക്. നാളെ നമുക്കൊരു വിവാഹത്തിന് പോകേണ്ടതുണ്ട്. വിവാഹമോ? അതെ, കാനായിലെ അബിയായുടെ വിവാഹമാണ്. നമുക്കെല്ലാവർക്കും പോകണം. നിന്റെ സുഹൃത്തുക്കൾക്കും കൂടെ വരാം. തീർച്ചയായും അമ്മേ, നമുക്ക് രാവിലെ തന്നെ പോകാം. അകത്തേക്ക് വരൂ, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാം. അടുത്ത ദിവസം യേശു തൻ്റെ അമ്മയോടും ശിഷ്യന്മാരായ അന്ത്രയോസിനോടും യോഹന്നാനോടുമൊപ്പം കാനായിലെ വിവാഹത്തിന് പോയി. അല്പം കൂടി വീഞ്ഞു തരൂ. ശരി, ഇതാ പിടിച്ചോളൂ. ആരെങ്കിലും അല്പം വീഞ്ഞു തരൂ. ഇതാ കൊണ്ടുവരുന്നു. ആരെങ്കിലും കുറച്ച് വീഞ്ഞു തരൂ. മറിയം, ഏയ്, ഷാലോ, സുഖമാണോ? നന്നായിരിക്കുന്നു. പക്ഷേ എനിക്കൊരു സഹായം ആവശ്യമുണ്ട്. എന്തു പറ്റി? പറയൂ. ഇവിടെയുള്ള വീഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുന്നു. എവിടെ നിന്ന് വീഞ്ഞ് കിട്ടുമെന്നും അറിയില്ല. നീ നിന്റെ മകന്റെ സഹായം ഒന്ന് ആവശ്യപ്പെടാമോ? തീർച്ചയായും. നിങ്ങൾ വിഷമിക്കാതിരിക്കൂ, ഞാൻ നോക്കിക്കോളാം. യേശു, ഒരു സഹായം ആവശ്യമുണ്ട്. എന്താ അമ്മേ? യേശു, വധുവിന്റെ അപ്പൻ ഇപ്പോൾ എന്നോട് സംസാരിച്ചതേ ഉള്ളൂ. അവർ വീഞ്ഞു തീരാറായതിന്റെ വിഷമത്തിലാണ്. നിനക്കവരെ സഹായിക്കാനാകുമോ? സ്ത്രീയെ, നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ് യേശു. ശരി, ഞാൻ എന്തെങ്കിലും ചെയ്യാം. അവന്റെ കൂടെ പോയി അവൻ പറയുന്നത് പോലെ ചെയ്യൂ. ശരി യജമാനത്തി. വിവാഹവേദിക്കടുത്തായി 6 വലിയ കൽഭരണികൾ യേശു കണ്ടു. ശരി, ഈ ഭരണികളിലെല്ലാം വക്കോളം നിങ്ങൾ വെള്ളം നിറയ്ക്കുക. ശരി പ്രഭോ. പരിചാരകൻ യേശു പറഞ്ഞതുപോലെ ചെയ്തു. ഞാൻ 6 ഭരണികളും നിറച്ചു യജമാനനെ. ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്ത് കലവറക്കാരന് രുചിക്കാനായി കൊടുക്കൂ. ഇതാ, ഒന്ന് രുചിച്ച് നോക്കൂ. ഇത് അത്ഭുതമായിരിക്കുന്നു. ഇത് വീഞ്ഞാണ്, അതും വളരെ മുന്തിയ തരം. എന്ത്? അതെ, സത്യമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും മുന്തിയ തരം വീഞ്ഞ് കുടിച്ചിട്ടേയില്ല. ഇനി ഇതെടുത്ത് അതിഥികൾക്ക് വിളമ്പിക്കൊള്ളൂ. അല്പം കൂടി വീഞ്ഞു തരൂ. ഇവിടെ ആവശ്യത്തിനുണ്ട് പ്രഭു. നിങ്ങൾ ആവശ്യമുള്ളിടത്തോളം കുടിക്കൂ. ഇത് മുന്തിയ വീഞ്ഞാണല്ലോ. നല്ല വീഞ്ഞ് അവസാനം വരെ മാറ്റി വെച്ചിരിക്കുന്നു. നന്നായി. യോഹന്നാനെ, ഇതൊരു അത്ഭുതമാണ്. നമ്മുടെ കൺമുമ്പിൽ നടന്ന വലിയൊരു അത്ഭുതം. സംശയിക്കേണ്ട അന്ത്രയോസേ, നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരുന്ന മിശിഹായാണ് ഇയാൾ.